ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ശ്രീ ഭരതക്ഷേത്രം. 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പൂജ ഏറ്റുവാങ്ങിയ ഭരതപ്രതിഷ്ഠയിൽ വനവാസത്തിനു ശേഷം ശ്രീരാമൻ തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖഭാവമാണുള്ളത്. ഉപദേവതകളില്ല ഈ ക്ഷേത്രത്തിൽ. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയുമുണ്ടെന്നാണ് സങ്കല്പം. അതോടൊപ്പം ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. പ്രാചീന കാലത്ത് പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നെന്നും പിന്നീട് കുലീബനി മഹർഷി ഇവിടെ യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചെന്നും പറയപ്പെടുന്നു. ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ ലഭിച്ചത് ഇതിനൊരു തെളിവായി മാറി. ചേരമാൻ പെരുമാൾ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാസ്തുവിദ്യയുടെ കേരളീയ ശൈലിയുടെ അടിത്തറയായ പുത്തമ്പലം. ക്ഷേത്രത്തിലെ ശ്രീകോവിലും നടപ്പന്തലും എല്ലാം വലിപ്പമേറിയവയാണ്. 4 കുളങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഗമേശ്വര ക്ഷേത്രം നാലമ്പലങ്ങളിൽ പ്രധാനിയാണ്. മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ മൂർത്തിഭാവമായാണ് ശ്രീ ഭരതസ്വാമിയെ കാണുന്നത്. ഇവിടുത്തെ പൂജാപുഷ്പങ്ങളിൽ പ്രധാനി താമരയാണ്. കൂടാതെ ചെത്തിയും തുളസിയും ഉപയോഗിക്കുന്നു. താമര പ്രധാനിയായതുകൊണ്ട് തന്നെ ഭക്തർ ഭഗവാനെ താമരമാല വഴിപാടായി നേരുന്നു. ചന്ദനത്തിരിയും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ നിക്ഷിപ്തമാണത്രേ ഇവിടെ. ശിവേലിയില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടം. ക്ഷേത്രത്തിന്റെ പേര് മറ്റൊരു പ്രത്യേകതയാണ്. കൂടൽ എന്ന വാക്ക് ജൈനമതത്തിൽ നിന്നും വന്നതാണെന്നും അല്ല ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ കൂടിച്ചേരൽ കാരണം വന്നതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ മാണിക്യം എന്ന് വന്നത് പണ്ടൊരു നാൾ പ്രതിഷ്ഠയിൽ നിന്ന് ഒരു പ്രഭ വന്നെന്നും കായംകുളം രാജാവ് അത് മാണിക്യപ്രഭയാണോ എന്ന് നോക്കുവാൻ മാണിക്യമായും വന്നെന്നും ആ മാണിക്യം ഒത്തുനോക്കുന്ന സമയത്ത് പ്രതിഷ്ഠയിൽ സംഗമിച്ച് സംഗമേശ്വരനായി മാറിയതാണെന്നും പറയുന്നു. അങ്ങനെ പല പല ഐതിഹ്യങ്ങൾ തന്നെ ഈ പേരിനെ ചൊല്ലി നിലനിൽക്കുന്നു. സംഗമേശ്വര സ്വാമിയെ തൊഴാനെത്തുന്ന ഭക്തർ മീനൂട്ടും അതോടൊപ്പം ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ വഴിപാടും നടത്തുന്നു. ശ്രീരാമ വനവാസ സമയത്ത് അദ്ദേഹത്തിന്റെ പാദുകം വെച്ച് പൂജ ചെയ്ത ഭരതസ്വാമിയുടെ ഈ അങ്കണത്തിൽ ഒരു തുളസിച്ചെടി പോലുമില്ല. നട്ടാലും അത് വളരില്ലത്രേ. കാരണം സർവം സംഗമേശ്വരൻ തന്നെ. മറ്റൊരു ദേവനും ദേവിക്കും അവിടെ ഇടമില്ലത്രേ. നാലമ്പലത്തിലെ 2ാം ക്ഷേത്രമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ശ്രീ ഭരത